ദില്ലി പോലീസിനെതിരെ ആഞ്ഞടിച്ച് സുപ്രീം കോടതി. പാർലമെന്റ് മാർച്ചിലെ നടപടികളിൽ സ്വതന്ത്ര അന്വേഷണം അനിവാര്യമെന്ന് സുപ്രീം കോടതി. പോലീസ് നടപടികളിൽ നടപടിക്രമങ്ങൾ പാലിക്കേണ്ടത് ജനാധിപത്യത്തിന്റെ ഭാഗമെന്നും കോടതിയുടെ ഓർമ്മപ്പെടുത്തൽ. ശ്യാം ദേവരാജ് വിവരങ്ങളുമായി ചേരുകയാണ്. ശ്യാം, പ്രത്യേക അന്വേഷണം വേണം, സ്വതന്ത്ര അന്വേഷണം വേണമെന്നുള്ളതാണ് സുപ്രീം കോടതി പറയുന്നത്. CJPയുടെ പാർലമെന്റ് മാർച്ചിന് നേരെയാണ് കഴിഞ്ഞ ദിവസം ഈ മാസം 20-ാം തീയതി ദില്ലി പോലീസിന് നടപടി ഉണ്ടായത്. ഇക്കാര്യത്തിലാണ് ദില്ലി പോലീസിനെതിരായ പരാതികൾ ചീഫ് ജസ്റ്റിസ് എണ്ണി പറയുന്നത്. അതിൽ ചീഫ് ജസ്റ്റിസ് പറയുന്നത് ഇങ്ങനെയാണ്: ദില്ലി പോലീസ് നടപടികളിൽ സ്വതന്ത്ര അന്വേഷണം അനിവാര്യമാണ് എന്ന് സുപ്രീം കോടതി പ്രത്യേകിച്ചും ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ച് നിരീക്ഷിക്കുന്നു. പ്രതിഷേധക്കാർക്കും പോലീസുകാർക്കുമെതിരായ അതിക്രമം അന്വേഷിക്കേണ്ടതുണ്ട്. പോലീസ് നടപടികളിൽ നടപടിക്രമങ്ങൾ പാലിക്കേണ്ടത് ജനാധിപത്യത്തിന്റെ ഭാഗമാണ്. നിയമം കയ്യിലെടുക്കുന്നവരെ നിയമപരമായി കൈകാര്യം ചെയ്യണം. ഇതിന് മാർഗനിർദ്ദേശങ്ങൾ തയ്യാറാക്കണമെന്നുമാണ് സുപ്രീം കോടതി നിരീക്ഷിക്കുന്നത്. മാത്രമല്ല, ദില്ലി പോലീസിനെതിരായ പരാതികൾ ചീഫ് ജസ്റ്റിസ് തന്നെ എണ്ണി പറയുന്നുണ്ട്. പെല്ലറ്റ് പ്രയോഗം മൂലം 19 വയസ്സുകാരന്റെ ഒരു കണ്ണിന്റെ കാഴ്ച നഷ്ടമായി. പ്രതിഷേധക്കാർക്കെതിരെ പോലീസ് ഇലക്ട്രിക് ബാറ്റൺ പ്രയോഗിച്ചു. പോലീസ് നടപടി മൂലം യുവതി ICUവിൽ കഴിയുന്നു. മുള്ളുള്ള ലാത്തിയുടെ ഉപയോഗം കാരണം ഒരുപക്ഷെ ജീവൻ തന്നെ നഷ്ടമാകും. മാധ്യമപ്രവർത്തകരുടെ നേരെയും ഈ രീതിയിൽ അതിക്രമം ഉണ്ടായി. സാധാരണ വേഷത്തിലെത്തിയ പോലീസ് അതിക്രമം ഉണ്ടാക്കിയെന്ന ആക്ഷേപം കൂടി മുന്നിലുണ്ട്. പ്രകോപനമില്ലാതെ യുവതിയെ പോലീസ് അടിച്ചു എന്ന കാര്യവും കൂടി ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് നിരീക്ഷിക്കുകയും ചെയ്യുകയാണ്. ഇതിൽ ഹർജിക്കാർ സുപ്രീം കോടതിയിൽ ആവശ്യപ്പെട്ട ഉന്നയിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പോലീസ് യൂണിഫോമും ബാഡ്ജോ ഇല്ലാത്തവരും പ്രതിഷേധക്കാരെ ആക്രമിച്ചു എന്നാണ് ഹർജിക്കാർക്ക് വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ ഗോപാൽ ശങ്കരനാരായണൻ സുപ്രീം കോടതി അറിയിച്ചത്. ഇത്തരം അക്രമികളെ ദില്ലി പോലീസ് പിന്തുണച്ചു. അക്രമികൾക്ക് സംരക്ഷണം നൽകിയത് പോലീസ് കോൺസ്റ്റബിളാണ്. ഇദ്ദേഹം അനിൽ ദാഗർ എന്ന പോലീസ് കോൺസ്റ്റബിളാണെന്ന കാര്യവും കൂടി ഹർജിക്കാർ സുപ്രീം കോടതി അറിയിക്കുകയും ചെയ്തു. മാത്രമല്ല, ബീഹാർ പോലീസിലെ ഒരു ഉദ്യോഗസ്ഥൻ AK-47 തോക്കുപയോഗിച്ചാണ് പ്രതിഷേധക്കാരെ നേരിട്ടതെന്ന കാര്യവും കൂടി സുപ്രീം കോടതി അറിയിച്ചു. മാത്രമല്ല, ഇതിൽ ഹർജിക്കാർ ആവശ്യപ്പെടുന്നത് മുൻ ചീഫ് ജസ്റ്റിസിന്റെ നേതൃത്വത്തിലുള്ള ഒരു സമിതിയെ അന്വേഷണത്തിനായി നിയോഗിക്കണം. അതിൽ കുറഞ്ഞതൊന്നും പറ്റില്ല എന്ന ഒരു കടുത്ത നിലപാട് കൂടി ഈ ഹർജിക്കാർ സുപ്രീം കോടതിയിൽ ഉയർത്തുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഇപ്പോഴും ഈ ഹർജി ഒരു കൂട്ടം ഹർജികൾ സുപ്രീം കോടതി പരിഗണിക്കുകയാണ്. അല്പസമയത്തുള്ളിൽ തന്നെ ഇതിന്മേൽ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ചേക്കും. ഈ നമ്മൾ നേരിട്ട് കണ്ടിട്ടുള്ള ദൃശ്യങ്ങൾ, ഇപ്പോൾ ആ പെൺകുട്ടിയുടെ മുഖത്തടിച്ച ദൃശ്യം, AK-47 ഉപയോഗിച്ച പട്ന പോലീസിന്റെ ദൃശ്യം, ഈ ഒറ്റപ്പെട്ട സംഭവങ്ങളിൽ, അതായത് ഇങ്ങനെയുള്ള പുറത്തേക്ക് വന്നിരിക്കുന്ന സംഭവങ്ങളിൽ സസ്പെൻഷൻ അടക്കമുള്ള നടപടികൾ പോലീസ് സ്വീകരിക്കുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് പോലീസ് നിയമത്തിനപ്പുറത്തേക്ക് അമിതാധികാര പ്രയോഗം നടത്തിയിട്ടുണ്ടോ എന്നുള്ളതിൽ ഒരു അന്വേഷണമോ യാതൊരു നടപടിയോ ഇപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല. അതിനിടെയാണ് സ്വതന്ത്ര അന്വേഷണം വേണമെന്ന നിർദ്ദേശം കോടതിയുടെ ഭാഗത്തുനിന്ന് വരുന്നത്. മാത്രമല്ല, ചീഫ് ജസ്റ്റിസ് നിരീക്ഷിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരു കർശനമായ അന്വേഷണം ഇക്കാര്യത്തിൽ അനിവാര്യമാണ്. അക്കാര്യത്തിൽ ഒരു സംശയവുമില്ല എന്നാണ് ചീഫ് ജസ്റ്റിസ് നിരീക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് സംബന്ധിച്ച ഒരു അന്വേഷണത്തിലേക്ക്, ഒരു SIT അന്വേഷണത്തിലേക്കോ അല്ലെങ്കിൽ ഒരു സ്വതന്ത്ര അന്വേഷണത്തിലേക്കോ ആണ് പോകുന്നത് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. മിക്കവാറും അക്കാര്യത്തിൽ ഇന്ന് തന്നെ ഇടക്കാല ഉത്തരവ് ഉണ്ടാവുകയും ചെയ്യും. ഈ ഹർജിയിൽ എന്തായാലും ഒരു കൂട്ടം ഹർജികളിൽ സുപ്രീം കോടതി വാദം കേൾക്കുകയാണ്. വിശദമായ വാദമാണ് സുപ്രീം കോടതി കേൾക്കുന്നത്. സുപ്രീം കോടതി ഇതിന്മേൽ ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് വിശദമായ വാദം കേൾക്കുന്നു. ഇതിനുശേഷം ഇടക്കാല ഉത്തരവ് അല്പസമയത്തിൽ തന്നെ പുറപ്പെടുവിച്ചേക്കും. എന്തായാലും ദില്ലി പോലീസ് ശ്യാം ദേവരാജാണ് വിവരങ്ങൾ നൽകിയത്. ദില്ലി പോലീസ് അതിക്രമത്തിൽ സ്വതന്ത്ര അന്വേഷണം വേണം എന്ന സുപ്രീം കോടതിയുടെ പരാമർശം.